ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന വേറെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വന്നിട്ട് നമ്മൾ കോഴിക്കോട് പോവാണെന്ന്. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വന്നിട്ട് 2 ആഴ്ചയും വണ്ണമൊക്കെ വെച്ച് ഗൈസ്, കവിളൊക്കെ വെച്ചു. കൃപയ്ക്കും കവിൾ വെച്ച്, കവിൾ മാത്രമേ വെച്ചുള്ളൂ ഗൈസ്, വേറെ ഒന്നും വെച്ചില്ല. എന്തോ അങ്ങനെ ടോപ്പ്. പിന്നെ ഇന്ന് ഫുള്ള് 3G അവസ്ഥയായിരുന്നു. രാവിലെ ഇറങ്ങിയിട്ട് ബസ്സൊന്നും കിട്ടിയില്ല. പിന്നെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസയൊക്കെ മുടക്കി ഓട്ടോയിലൊക്കെ കയറി എങ്ങനെയൊക്കെ നമ്മളിവിടെ വന്നിരിക്കും. ഇവിടെ ഫുൾ അയ്യപ്പന്മാരൊക്കെ ഒത്തിരി ഉണ്ട്, അങ്ങോട്ടുണ്ട്. നമ്മൾ ലേഡീസ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ജസ്ലിയുടെ വീട്ടിൽ പോകും, അവിടെ പെരുന്നാളാണ്. പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്ലിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ചങ്ങനാശ്ശേരി എത്തി. ആരുമില്ല ഗൈസ്, നമുക്ക് ഇരുന്ന് കിടന്നൊക്കെ വേണമെങ്കിൽ പോകാം. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കൃപയാണെങ്കിൽ അവിടെ ഇരുന്ന് പാട്ട് കേൾക്കുവാണോ? കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കൊക്കെ നമ്മൾ ജസ്റ്റിയുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ വെലനാട് എത്തി, ജസ്ലിയുടെ നാട്ടിലെത്തി. ഭയങ്കര ഇരുട്ടായി. നമ്മൾ രാവിലെ 6:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ സമയം 8 മണി ആകാറായി. നമ്മളിവിടെ എത്തി. മൊത്തം കോളായിട്ടിരിക്കുകയാണ് ഗൈസ്. നാശമായി മൊത്തം. അമ്മച്ച് വൈബായി. അപ്പോൾ നമ്മൾ ജസ്ലിയുടെ വീട്ടിലൊക്കെ വന്നു. രാത്രിയായിരുന്നു എത്തിയപ്പോഴത്തേക്കിനും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്ലിയുടെ വീട് സ്ഥലമൊക്കെ കാണിച്ചു തരാം. ജസ്ലിയുടെ വീടെന്ന് പറയുമ്പോൾ വെലങ്ങാടാണ് കേട്ടോ വരുന്നത്. നമ്മൾ മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയ സമയത്ത് വെലങ്ങാടെന്ന് പറയുന്നൊരു സ്ഥലത്ത് ഉരുൾപൊട്ടിയായിരുന്നല്ലോ, അവിടെയാണുള്ളത്. ഉരുൾപൊട്ടിയ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നമ്മൾ ഇങ്ങനെയായിട്ട് ഇറങ്ങുന്നത്. നല്ല രസമായിട്ട് ഇവിടെയൊക്കെ കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ പുഴയുടെ സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. കൃപേ ഇങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇരിക്കുക രാത്രിയിലൊക്കെ വൈബാ ഗൈസ്. നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാം. ഇവിടെ ഉരുള് പൊട്ടി. ഇപ്പോൾ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ഉണ്ടായിരുന്നു പുഴ. ഇപ്പോൾ അങ്ങോട്ട് നീങ്ങി, പുഴ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങും. ഇവിടെ ഇപ്പം എല്ലാം പൊളിഞ്ഞ് കിടക്കുമോ, സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ഇങ്ങനെ സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങാം, അല്ല എവിടെയെങ്കിലും കിടക്കും. നമുക്കിങ്ങനെ ഇറങ്ങാം ഗൈസ്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാറയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ പുഴയിലോട്ട് എത്താറായി ഗൈസ്. നമ്മളെത്തി ഗൈസ്, പുഴയിലെത്തി. അവിടെയൊക്കെ ഉരുള് പൊട്ടിക്കിടക്കുകയാണ് ഗൈസ്. കണ്ടോ, അവിടുന്നാണ് ഉരുള് പൊട്ടി വന്നത്. അങ്ങോട്ടൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇങ്ങോട്ടും ഉണ്ട്. जसली करवती जसली द डोबी कृपा मरिया
ഏത് നിമിഷം ഇവിടെ താഴെ തെന്നി വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറം മുറിച്ച് കിടക്കാൻ പേടിച്ചുകൊണ്ട് പോകുന്ന കൃപ. ഹൈലൈറ്റ് കിട്ടി, എന്റെ വീടേക്ക് ഹൈലൈറ്റ് കിട്ടി. ചവിട്ടിക്കൂട്ടി ഞാൻ എനിക്ക് വീഴുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ സാരമില്ല, ഡ്രസ് നമുക്ക് മാറ്റിയാൽ മതിയല്ലോ. എന്നാ പിന്നെ പോയിട്ട് ഇതും കൂടെ അലക്കിട്ടിട്ട് പോവായിരുന്നു. എന്നാ പോയി മാറ്റിയിട്ട് കുളിക്കാൻ. വിജയകരമായി കൃപ ഇവിടെ വീണിരിക്കുന്നു ഗൈസ്. കൃപ താഴെ വീണു ഗൈസ്. ഈ വീഡിയോ ഞാൻ ഇടും, എന്തായാലും ഇടും ഗൈസ്, എന്തായാലും പണ്ട് അവിടെ ഉറവയുണ്ടായിരുന്നു, ഉറവ പോയി അവിടെ കുടിക്കാനൊക്കെ ഫ്രിഡ്ജ് വെച്ച നല്ല വ്യൂ ആ ഗൈസ്, നല്ല തണുപ്പാ വെള്ളത്തിന്, അടിപൊളി സ്ഥലം. നല്ല ഡ്രസ്സായില്ലേ ഇടുന്നു നന്ദി ഗൈസ്. നമുക്കിനി അപ്പുറത്ത് പോയി നമുക്ക് തുണിയൊക്കെ വിരിക്കണം. തുണി വിരിച്ചിട്ടിട്ട് നമ്മൾ വളവുകയം എന്നുള്ളൊരു സ്ഥലത്ത് പോവാം. ആ വ്ലോഗ് അടുത്ത് സീരിയസ് ആയിട്ടേ വരത്തുള്ളൂ ഗൈസ്. പിന്നെയും വീണോണ്ടിരിക്കും. ആ വഴി വഴുക്കനുണ്ട്, ആ വഴി വരരുത്. നമ്മൾ ഈ പാറയിലാണ് നമ്മൾ തുണി അലക്കിയത്. ഈ പാറയിലും നമുക്ക് സൂക്ഷിച്ച് നടക്കാം, അല്ലെങ്കിൽ കൃപയെ പോലെ നമ്മൾ വീഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീട് വരുന്നതായിരിക്കും.